മാറ്റങ്ങളും പുതുവഴികളും മാനവികതയ്ക്ക് പരിചയപ്പെടുത്തിയ മഹാനായ ലെനിന്റെ ഒരു ജന്മനാൾ കൂടി കടന്നുവരികയാണ്. ഇന്ന് ഏപ്രിൽ 22 മഹാനായ വിപ്ലവ നേതാവ് വ്ളാഡിമിർ ലെനിന്റെ 150-ാം ജന്മദിനമാണ്. ബൂർഷ്വ ചരിത്രകാരന്മാരും ലിബറലുകളും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ലെനിന്റെ ജീവിതത്തെയും ആശയങ്ങളെയും നാം ആഘോഷിക്കേണ്ടതുണ്ട്. എന്നത്തേക്കാളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വളരെ പ്രസക്തമാണ്. 1870 ഏപ്രിൽ 22-ന് ലെനിൻ എന്നറിയപ്പെടുന്ന വ്ളാഡിമിർ ഇലിച്ച് ഉലിയാനോവ് വോൾഗയിലെ സിംബിസ്കിൽ ജനിച്ചു. ഇന്ന് കൃത്യം 150 വർഷങ്ങൾക്ക് മുമ്പ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ വിപ്ലവകാരിയുടെ ജനനം അടയാളപ്പെടുത്തുകയാണ്. ചരിത്രത്തിലെ ആദ്യത്തെ തൊഴിലാളി രാഷ്ട്രത്തിന്റെ തലവനായിരുന്നു ലെനിൻ. അദ്ദേഹത്തിന്റെ പേര് ലോക സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ പര്യായമാണ്. പ്രവർത്തന മേഖലകൾ എടുത്തു നോക്കിയാൽ ലോക ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. നുണയും പരദൂഷണവും വിരോധാഭാസമെന്നൊക്കെ പറയട്ടെ, ഇന്ന് മുതലാളിത്തം തകർച്ചയിലായതിനാൽ ലോക വിപ്ലവത്തെക്കുറിച്ചുള്ള ലെനിന്റെ ആശയങ്ങൾ കൂടുതൽ പ്രചാരം നേടുന്നു എന്ന ആശങ്കയും ഭരണവർഗത്തിൽ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. സർവ്വ സൃഷ്ടികൾക്കും ഉറപ്പായുള്ളത് അവസാനവും മാറ്റവുമാണ്. മാറ്റത്തിന് മാത്രം അവസാനമില്ല, അത് ആവർത്തിക്കുന്നുമില്ല. പഴയതും പുതിയതുമായ ഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയതിന് ആധിപത്യമുണ്ട്, പഴയത് വിസ്തൃതിയിലാഴുന്നു. സാമൂഹിക സാമ്പത്തിക ശക്തികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു, നിലവിലുള്ളവ തുടരുകയല്ല. പുതിയ ശക്തികൾ രൂപപ്പെടുകയാണ്. ഇന്ത്യ ഇത്തരം വ്യവസ്ഥയുടെ തനിപ്പകർപ്പായിരിക്കുന്നു. മുതലാളിത്തം സാമ്രാജ്യത്വത്തിന്റെ കാലഘട്ടത്തിലാണ് മെരുക്കപ്പെടുന്നത്. അതാകട്ടെ ജീർണ മുതലാളിത്തത്തിൽ അന്തർലീനവുമാണ്. മാർക്സിസത്തിന്റെ സൈദ്ധാന്തിക അടിത്തറയെ സമ്പന്നമാക്കി ലെനിൻ പ്രവചിച്ച ഒരു യാഥാർത്ഥ്യം കൂടിയാണിത്. 21-ാം നൂറ്റാണ്ടിലാണ് ലോകം ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിന്റെ പുതിയ പാതകൾ ക്രമപ്പെടുത്താൻ തുടങ്ങിയത്. പുതിയ കണ്ടെത്തലുകളും അറിവുകളും തീർക്കുന്ന അടിത്തറകൾ ലോകത്തിന്റെ ചലനാത്മകതയ്ക്ക് കൂടുതൽ കരുത്ത് പകർന്നു തന്നിരുന്നു. ജീർണമായിക്കൊണ്ടിരിക്കുന്ന കുത്തക മുതലാളിത്തമാണ് സാമ്രാജ്യത്വത്തിന്റെ മുഖമെന്ന് ലെനിൻ നിർവചിച്ചു. സാമ്രാജ്യത്വത്തിന്റെ ഉള്ളടക്കം മത്സരം ഇല്ലാതാക്കുകയാണ്. അത് സഖ്യങ്ങളും വ്യാപാര കൂട്ടുകെട്ടുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഉൽപാദന കേന്ദ്രീകരണം ഉടമകളുടെ സമിതികൾ ഉണ്ടാക്കുന്നതിന് കുത്തകകളെ സഹായിച്ചു. കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായി മാറുന്ന വ്യവസായ സംരംഭങ്ങളിൽ ബാങ്കുകളും ചേർന്നു. ഇവിടെ ധനമൂലധനം കുത്തക വ്യവസായ ബാങ്ക് മൂലധനമായി മാറുന്നു. കുത്തക വ്യാവസായിക മൂലധനം സാമ്പത്തിക സ്വയംഭരണം നടത്തുകയും ലോക വിപണിയുടെ കടിഞ്ഞാൺ കൈക്കലാക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ വിപണിയെ പരസ്പരം വിഭജിച്ചു. ധനമൂലധനത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണിത്. ഇത് ലോകത്തിന്റെ സാമ്പത്തികവും പ്രാദേശികവുമായ രാഷ്ട്രീയ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമിതമായ ധനമൂലധനത്തിന്റെ ഇടപെടൽ മൂലം വ്യാപകമായ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയ ദുരിതങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു. അത് ആത്മഹത്യകളിലേക്ക് നയിച്ചു. കൊടിയ അധ്വാനത്തിനും കുറഞ്ഞ കൂലി ലഭിക്കുന്ന പുതിയ അടിമകളായി തൊഴിലാളികൾ മാറി. വേദനാജനകമായ അരാജകത്വത്തിന് ഉത്തരവാദികളായവർക്ക് അധികാരത്തിലുള്ളവരിൽ നിന്ന് സഹായവും ലഭിച്ചു. സമ്പദ് വ്യവസ്ഥ എങ്ങനെ രാഷ്ട്രീയമാകുമെന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ത്യ. 1988-ൽ ഒരു ചരക്ക് വ്യാപാരവുമായി ആരംഭിച്ച അദാനി ഗ്രൂപ്പ് ഇന്ന് തുറമുഖങ്ങൾ, സെസ്, റോഡുകൾ തുടങ്ങി വിമാനത്താവളങ്ങൾ, ഊർജം, ഗ്യാസ്, കാർഷിക മേഖല, വെയർഹൌസിംഗ് തുടങ്ങി എണ്ണമില്ലാത്ത സംരംഭങ്ങളിലൂടെ രാജ്യത്തെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യ സമുച്ചയമായി വളർന്നിരിക്കുകയാണ്. അദാനിയുടെ അത്ഭുതകരമായ വളർച്ചയും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വളർച്ചയും പരസ്പര പൂരകങ്ങളാണ്. ഇവ രണ്ടും ഒരേ കാലയളവിലാണ് സംഭവിച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടെ കെട്ടിപ്പടുക്കാനും വർഗീയ ഫാസിസത്തിന്റെ ഭീഷണി നേരിടാനും ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ മഹാനായ ലെനിന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമാണ്.